ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത് വെച്ചിരുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ വരാൻ പോണത്. രാവിലെ കിച്ചണിൽ കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഉണ്ടാവില്ലേ നമുക്കത് തന്നെ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി. പിന്നെ അടുക്കളയിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി എൻ്റെ അടുക്കളത്തോട്ടം അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പച്ചപ്പ് ഹരിതാപം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. ഈ മണ്ണിൽ കുത്തലും മാന്തലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കരിയില ഇടാനും അതിൽ മണ്ണിടാനും വളമിടാനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത് അച്ചൂസാണ്. അപ്പോൾ അവന് ശനിയാഴ്ച തന്നെ അവനും ലീവല്ലേ, അവനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചാണകമാണ് കേട്ടോ. ചാണകം ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം കുറച്ച് നേരമായി ഞാൻ വെള്ളമൊഴിച്ച് ഒന്ന് സോക്കായി കിട്ടാൻ വെച്ചിട്ടാ. അപ്പോൾ ഇനി അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ വളങ്ങളും ഞാൻ അങ്ങനെ കട്ടി കുറച്ചിട്ടാണ് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും മുളകിനായാലും ഒക്കെ ഒഴിച്ച് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പപ്പായ തൈ കണ്ടില്ലേ, അത് ഗോൾഡൻ പപ്പായയുടെ തൈ ആണെന്നാണ് എനിക്ക് തോന്നണത്. കുറേ ഞാൻ വിത്ത് പാകി നോക്കിയായിരുന്നു കേട്ടോ. അതിൽ കുറച്ചൊക്കെ തൈകളൊക്കെ വെച്ചായിരുന്നു. പക്ഷെ നല്ല കീടശല്യം വന്ന് കുറേയൊക്കെ പോയി. നമ്മൾ കുറേ തൈകളും വിത്തുകളും ഒക്കെ ചോദിച്ച് വന്നവർക്ക് വീട്ടിൽ വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഉണ്ടായോ എന്താവോ. ഇവിടെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു തൈയാണ് ഇപ്പോൾ പിടിച്ച് കിട്ടിയാണ്. വലിയ അസുഖങ്ങളോ ഒന്നും ഇല്ലാണ്ട് കിട്ടിയാണ്. പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പപ്പായ തൈക്ക് പെട്ടെന്ന് അണുബാധ വരുന്നുണ്ട്. അപ്പോൾ കിട്ടിയ ഭാഗ്യം, നന്നായി കിട്ടിയ ഭാഗ്യം എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ തന്നെ. അപ്പോൾ കുറച്ച് കരിയിലും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റത്തെ ഈ പോർഷനിൽ നമ്മൾ കാണാൻ പോണത്. ഒരു സാധാരണ ഒരു കൃഷി കുടുംബത്തിൽ ജനിച്ച കാരണമായിരിക്കണം എനിക്കിങ്ങനെ മണ്ണിനോടും ഇങ്ങനെ മണ്ണിലുള്ള ഈ കുത്തൽ മാന്തൽ വളമിടൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് അതുകൊണ്ടായിരിക്കണം കേട്ടോ. ചെറുതിലേ ഉണ്ട് ഈ ഒരു സ്വഭാവം. ചെറുതിലേ തന്നെ കുറേ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇങ്ങനെ ചെറുതിലേ തന്നെ ഉണ്ട് കേട്ടോ ഒരു സ്വഭാവം. ഇങ്ങനെ കുറേ നാളുകളായിട്ട് നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചെടികളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാക്കാണ്ടും പൂക്കാണ്ടും ഒക്കെ നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പ്രത്യേക കെയറിങ് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പശുക്കളുള്ള കാരണം തന്നെ ചാണകമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. എൻ്റെ വീട്ടിൽ കേട്ടോ നിറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വളത്തിന് നമ്മൾ എവിടേക്ക് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു ബബ്ലൂസ് മരമൊക്കെ ഇല്ലേ, അതിങ്ങനെ വർഷങ്ങളായിട്ട് അപ്പാപ്പനൊക്കെ കുറേ നാളുകൾക്ക് മുൻപ് വെച്ചതാന്നൊക്കെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അമ്മ പറയാറ്, ഞാൻ ഒരു 10ലൊക്കെ പഠിക്കണ ഒരു സമയം കേട്ടോ. അപ്പോൾ ഒരു 15 വയസ്സല്ലേ, അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു നാരകമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇത് വരില്ലേ നമുക്ക്, എന്തെന്ന് അതിനെ പറയാം, തൊരാന്നൊക്കെ പറയാമല്ലേ. അതിന് എന്തായാലും ഇതിനൊന്ന് കായ്പ്പിച്ചെടുക്കണം. ഇതിൽ കായൊക്കെ ഉണ്ടായി ഇങ്ങനെ ബബ്ലൂസൊക്കെ ഉണ്ടായി കിടക്കണത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തപ്പം ചെയ്യുക, ഇതിനൊന്ന് പൂത്ത്, അതായത് അതിൽ പൂക്കൾ വരുമല്ലോ, ആ ഫ്ലവറിങ് നടന്ന് കിട്ടാൻ. ഫ്ലവറിങ് നടന്നാലല്ലേ ഈ നാരകത്തിൽ കായ് ഉണ്ടാവുള്ളൂ. ഈ ഫ്ലവറിങ് നടക്കപ്പോൾ എന്താ ചെയ്യുക. അപ്പം അന്ന് നമുക്ക് യൂട്യൂബ് കാര്യങ്ങൾ ഇതിൽ നോക്കണ പണികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം വെക്കേഷനായി, 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമല്ലേ. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പണി കുടുംബം എന്ന് പറയാം. എപ്പോഴും ഇങ്ങനെ ചാറി പണികളുണ്ടാവും. കാരണം പശുക്കളുണ്ട്, പാല് വിൽപ്പനയുണ്ട് അപ്പച്ചന് അളക്കപ്പയിൽ ജോലിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പച്ചൻ പശുക്കളുടെ കാര്യമൊക്കെ നോക്കും. അതിൻ്റെ കൂടെ അമ്മയും കൂടും. അപ്പം മൂത്ത ആളെന്ന നിലയിൽ ഞാനിങ്ങനെ ഇവരിങ്ങനെ പണിയെടുക്കണ കാണുമ്പോൾ
എനിക്ക് വിഷമം. അപ്പോൾ ഞാനും എനിക്ക് പറ്റാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കൂട്ടാ. പിന്നെ നമ്മൾ മുതിർന്ന കുട്ടിയാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണ ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ അങ്ങനെ പണികളൊക്കെ ചെയ്ത് കൊടുക്കുക, അമ്മേനെ സഹായിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പശുവിനിങ്ങനെ അന്ന് പറമ്പുണ്ടല്ലോ, കുറേ പറമ്പുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നിറച്ച് കരിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിച്ച് വാരി കൊണ്ടിട്ടാണ് അമ്മ പശുവിന് കഞ്ഞി വെച്ചായിരുന്നത്. പശുക്കൾക്ക് കഞ്ഞി കൊടുക്കണമല്ലോ, അത് വലിയ പാത്രത്തിൽ വെക്കണം, വലിയ കലത്തിൽ വെക്കണം. കുറേ പശുക്കളുണ്ടല്ലോ. അപ്പോൾ അമ്മേനെ സഹായിക്കാൻ അമ്മയുടെ അമ്മയും ഇടയ്ക്ക് വരും കേട്ടോ. അപ്പം അമ്മാമ്മ ഇങ്ങനെ ഈ ചവറിങ്ങനെ ഇട്ടിങ്ങനെ കഞ്ഞി, അന്നൊക്കെ അതൊക്കെയല്ലേ മുതലാവുള്ളൂ, അല്ലാണ്ട് നമ്മൾ പശുവിനെ വളർത്തിയിട്ടൊന്നും കാര്യമില്ല. ഇന്നിപ്പോൾ റെഡിമെയ്ഡ് തീറ്റകളൊക്കെ വെറുതെ കലക്കി വെച്ച് കൊടുത്താൽ മതി. പണ്ടത്തെ ആൾക്കാർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കഞ്ഞി വെച്ചും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ചവറടിച്ചിട്ട് ഇങ്ങനെ പശുവിൻ്റെ കഞ്ഞി തിളപ്പിച്ച് അതിങ്ങനെ പൊന്തിയൊക്കെ വരുമല്ലോ. തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ കഞ്ഞി റെഡിയായി പശുക്കൾക്ക് കുടിക്കാൻ പാകത്തിനായി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നന്നാ ചെറിയൊരു പ്രായമല്ല, ഞാൻ ഇതേ കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വലിയ ഗമയിലൊക്കെ പറയും, പശുവിനുള്ള കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഇപ്പം നാരകത്തിൻ്റെ കഥ അവിടെ നിന്നൂല്ലേ. അങ്ങനെ ഞാൻ ഈ പശുമൂത്രമൊക്കെ ഇല്ലേ, അതും പിന്നെ അന്നൊന്നും ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ല. ചാണകക്കുഴിയിൽ നിന്ന് ഇങ്ങനെ പൊട്ട ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അതിലേക്ക് ചാണകമൊക്കെ നിറച്ച് താങ്ങിപ്പിടിച്ച്, അന്ന് ഞാനിങ്ങനെ ഊതിയാൽ മറിഞ്ഞു വീഴും, ആ ഒരു ലെവലിലാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യമൊന്നും ഇല്ലയെന്ന്. എന്നിട്ട് അതൊക്കെ താങ്ങിപ്പിടിച്ച് ബബ്ലൂസിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ ആണിയിട്ട് തിരിക്കുകയെന്ന് പറയില്ലേ, ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയാവും അത്. ഇപ്പോഴത്തെ ആൾക്കാർ മീൻസ് അങ്ങനെയല്ല, പഴയ കാലത്ത് ഇങ്ങനെ പറമ്പുകളിൽ ഇങ്ങനെ ആണി തിരിച്ചിട്ട് ആണ്, അപ്പം എന്തെന്നാ അതിനെ എങ്ങനെ പറയാ എനിക്കറിയില്ല, അങ്ങനെ വെള്ളം വരിക. അപ്പോൾ ഈ ബബ്ലൂസ് മരം നിൽക്കണോടത്താണെങ്കിൽ എന്താ പറയുക, ആണിയും ചാലൊന്നും അവിടെ എത്തില്ല. അപ്പോൾ ഇങ്ങനെ ടാങ്കിൽ പശുക്കളുള്ള കാരണം വലിയ ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ പതിച്ചിട്ടുള്ള, ലീക്കേജ് വന്നിട്ടേ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് പതിക്കലും പിന്നെ വലിയ ബയോഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതിൽ നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് ബബ്ലൂസിൻ്റെ കടയ്ക്ക് ഞാൻ വലിയൊരു താട്ടമൊക്കെ വെച്ചു. എന്നിട്ടാ ചെറുതിൽ 10ലൊക്കെ പഠിക്കണ ആ സമയത്ത് വലിയ താട്ടമൊക്കെ ഉണ്ടാക്കി കുറേ ചാണകമൊക്കെ ഇട്ട്. അന്ന് കട തൊടാണ്ടൊന്നും ഇടാൻ പാടില്ല എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ആരും എന്നോട് അതൊന്നും പറഞ്ഞു തരണ്ട, ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വയം ചികിത്സയാണ് നമ്മുടെ ബബ്ലൂസ് നാരകത്തിന്. എന്നിട്ട് കുറേ ചാണകമൊക്കെ വെച്ച് ഈ നെറ്റ് കണ്ട, ഈ പച്ച നെറ്റ് ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഓട്ട് കമ്പനി. അത് കാരണം നമുക്കിവിടെ നല്ല പൊടിശല്യം ഇപ്പോൾ. അത് കാരണം ഇങ്ങനെ ഞാൻ ചെടിയുടെ മേലെ കൂടെയൊക്കെ നനച്ചിടും. കാരണം വൈകിട്ടാകുമ്പോഴേക്കും ഇതിലൊക്കെ നിറച്ച് ചുമന്ന പൊടിയായിരിക്കും എൻ്റെ ചെടികളിലൊക്കെ. അവിടെ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ വന്നിട്ടേ അവർ ഈ ചെറിയ നെറ്റൊക്കെ കെട്ടിട്ട് എന്താ കാര്യം, ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ പൊടി തിന്നിട്ടാണ് ജീവിക്കണം ഈ ഒരു സമയങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഇനി കഥയിലേക്ക് വരാം. എന്നിട്ട് നാരകത്തിന് വലിയ താട്ടമൊക്കെ എടുത്ത് ചാണകമൊക്കെ ഇട്ട് കുറേ വെള്ളമൊക്കെ എന്നും വെള്ളം താങ്ങി പിടിച്ചുകൊണ്ടൊഴിക്കും. അങ്ങനെ ഒഴിച്ച് ഒരു ദിവസമേ പറമ്പിൽ നിന്ന് നല്ല സ്മെല്ല് വരണു. അപ്പം നമുക്ക് ഇനി ഓർക്കിഡ് ചകിരി വെച്ചിട്ട് ബാക്കി കഥ കേൾക്കാം കേട്ടോ. വേര് ആദ്യം കയറി പിടിച്ചോളൂ. അപ്പോൾ വേരൊക്കെ പുറത്താണ്. വീഴാത്തൊരു ഇതിൽ വെച്ചാൽ
ഓർക്കിഡിൻ്റെ പരിപാലനമൊന്നും ശരിക്കും എനിക്കറിയില്ല കേട്ടോ. ഇതാ വീട്ടിൽ നിന്ന് അമ്മ പിടിപ്പിച്ചത് തന്നത് ഞാനിവിടെ വെറുതെ കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഇതിൽ ആ ചകിരിയുടെ ഫസ്റ്റത്തെ ഒരു കറി ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ചേട്ടനെ കൊണ്ട്. അതിലൊന്ന് വെച്ച് കൊടുപ്പിച്ചതാ, എന്താ പറയുക, ചകിരി. അങ്ങനെ. അപ്പം ഇനി കഥയിലേക്ക് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പറമ്പിൽ നിന്ന് എന്താ നല്ല സ്മെല്ല് വരുന്നു, ഇങ്ങനെ ഒരു മുല്ലപ്പൂവിൻ്റെ മണം, അങ്ങനെ നല്ല രൂക്ഷമായിട്ടുള്ളൊരു നല്ല സ്മെല്ല് കേട്ടോ. നോക്കിയപ്പോൾ അന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ, ഈ ഫ്ലവർ വിരിഞ്ഞപ്പോഴാണ് കണ്ടേ. ഇപ്പോൾ ബ്ലൂസ് നാരങ്ങ ഉണ്ടല്ലോ നിറച്ച് പൂത്ത് നിൽക്കണേ. നിങ്ങളത് മനസ്സിൽ കണ്ടു നോക്കിയാൽ എൻ്റെ ഒരു ആ നേരത്തെ ഒരു സന്തോഷം കണ്ടു നോക്ക്. എൻ്റെ ദൈവമേ, ഞാൻ ഓടി വീട്ടിലേക്ക്, അമ്മ അപ്പച്ച ഓടി വാ. അവരൊക്കെ പേടിച്ച് ഞാൻ എന്താണോ പറമ്പിൽ നിന്ന് ഓടി വരണേന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴേ ഇങ്ങനെ എന്താ പറയുക, മാല ബൾബ് ഇട്ടോണാണ് നാരകത്തിൽ നിറച്ച് പൂക്കൾ, വെളുത്ത പൂക്കൾ കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെ കുറേ നാരകം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിടിച്ചു തുടങ്ങി. ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്നേ തുടങ്ങി, കുഞ്ഞുനാളിൽ തൊട്ട് ഉള്ള ഒരു ഇങ്ങനത്തെ പണികളാണ് കേട്ടോ. ഈ മണ്ണിൽ ചെടി നടുക, മണ്ണിലിങ്ങനെ കുത്തിമാന്തുക, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ മരണം വരെ എന്നോട് കൂടി ഉണ്ടായിരിക്കും അത് കാരണം. അപ്പോൾ വീട് ജസ്റ്റ് ഒന്ന് മാറി പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. അവിടെ അമ്മയില്ല. അപ്പം അമ്മ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പം അനിയത്തിയുടെ വീട്ടിലാണ്. അവൾക്ക് കുറച്ച് അമ്മയുടെ പരിപാലനം ആവശ്യമുള്ള സമയം മനസ്സിലാക്കാണല്ലോ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീട് അടച്ചു പൂട്ടിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മരങ്ങളും ചുറ്റും മരങ്ങളൊക്കെ ഉള്ള കാരണം ചവറും കരിയിലയും ഇതൊക്കെ വീണിങ്ങനെ കിടക്കൂട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അമ്മ ഇടയ്ക്ക് വരാറുണ്ട്, ഞങ്ങളും ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ചേട്ടനും വന്നിട്ടുണ്ടെന്ന്, എന്നും ചേട്ടൻ വരാറുണ്ട്, ചേട്ടൻ്റെ കൂടെ ഞാൻ പോവാറ്. അപ്പോൾ നോക്കിയാൽ ഇത് ഒരു പഴയ ജഗ്ഗിൽ ഒരു തിരിയിട്ട് വെച്ചിട്ട് അതിൽ നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇതൊരു വിയറ്റ്നാം പ്ലാവാണ് കേട്ടോ. അതിൻ്റെ ചോട്ടിലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ അതിനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു തിരി പോലെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ ഒരേ തുള്ളി വെള്ളം പ്ലാവിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ വീഴും. അതപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ അതിൽ അങ്ങനെ വെള്ളം വന്ന്, അപ്പോൾ ഇങ്ങനെ പ്ലാവിൻ്റെ ചോട് ഇങ്ങനെ എപ്പോഴും നനഞ്ഞ് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടിട്ടാണ് വാടാണ്ടിരിക്കാൻ. ഈ ബഡ് പ്ലാവൊക്കെ അല്ലേ വാങ്ങിച്ച് വെച്ചതൊക്കെ അല്ലേ. അപ്പം ഇപ്പോൾ ഇതിൽ 3 ചക്ക ഉണ്ടായിട്ടാണ്. കഴിഞ്ഞ വർഷം ഒരു ചക്ക ഉണ്ടായി, ഈ വർഷം 2 ചക്ക ഉണ്ടായിട്ടാണ് നമ്മുടെ വിയറ്റ്നാം പ്ലാവിൽ. പിന്നെ ഞാനിത് ഇപ്പോൾ പൊളിച്ച് നോക്കിയത് കണ്ട, അതിൽ ചക്ക വരുന്നുണ്ടോ നോക്കിയതാണ്. പൈനാപ്പിൾ അത് ഞാൻ നട്ടതാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ, ഏത് നേരം അതിൽ വന്നോ പൂവിട്ടോ കായ വന്നോ ചക്ക ഉണ്ടായോ എന്നൊക്കെ നോക്കല്ലേ. അപ്പോൾ അതേ നാളത്തേക്കുള്ള ക്യാബേജ് തോരൻ വയ്ക്കാനുള്ള അതിലേക്കുള്ള മുളക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക് കുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാവ്. ഇത് വെച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. 2.5 കൊല്ലം. അപ്പോഴേക്കും നമുക്ക് 3 ചക്ക കിട്ടിയിട്ടാണ് അതിലേക്ക്. അങ്ങനെ. അപ്പോൾ അതേ ഒരു കുളമ്പ് മാവ്, അമ്മ ഇവിടെ ഇല്ലാത്ത സമയമായപ്പോൾ ഞാൻ പറയട്ടെ, കുളമ്പ് മാവ് ആദ്യമായിട്ട് പൂത്തു. മുരിങ്ങ മരത്തുമ്പോൾ ആദ്യമായിട്ട് കായുണ്ടായി. അങ്ങനെ അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആൾ ഞാൻ കേട്ടോ. എനിക്ക് ഫുൾ സ്കാനിങ് എപ്പോഴും. ഏത് മരമൊക്കെയാണ് പൂത്തക്കണേ, ആരൊക്കെയാണ് പൂക്കാണ്ട് നിൽക്കണേ. ഇപ്പം ഇവിടെ ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കൊമ്പ് ഇവിടെ ഒടിഞ്ഞ് നിൽക്കാന്നാണ് ചേട്ടൻ പറയണേ. പക്ഷെ ആ കൊമ്പാണ് പൂത്താണ്. ഇനിയപ്പോ പോരില്ലേ? മുരിങ്ങ മരത്തിന് ഉറപ്പില്ലല്ലോ. പക്ഷെ മേലെയുണ്ട് കുറച്ച്.
ഞാൻ എൻ്റെ അടിച്ചു വാരൽ നടത്തിയിട്ട് വരാം. ഞങ്ങളുടെ വീട്ടിൽ പുതുക്കാട് വീട്ടിൽ പല മരങ്ങളും പൂക്കാണ്ട് നിൽക്കുന്നുണ്ട്. അവരൊക്കെ പിടിച്ച് ഞാൻ മോതിരവള ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു മാവ് മോതിരവള ഇട്ടേ പിന്നെ ഒറ്റ തളിർക്കല പേടിച്ചു തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് പൂക്കായിരിക്കും. പൂത്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളുകളായി വെള്ളം ഒഴിച്ച് കൊടുക്കണത് കുടിച്ചിങ്ങനെ നിൽക്കണം സുഖമായിട്ട് വളമൊക്കെ വലിച്ച്. പൂത്ത് കിട്ടാനൊരു ഉദ്ദേശം കാണണില്ല ആൾക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോതിരവള ഇട്ട് കൊടുക്കാമെന്ന്. എനിക്ക് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. മോതിരവള ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒക്കെ പൂത്തും കാഴ്ചയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് വന്നപ്പോൾ കുരുമുളകൊക്കെ പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജോജേട്ടൻ പൊട്ടിച്ചെന്നപ്പോൾ ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ട് ചാക്കിലും മുറത്തിലൊക്കെ ആയിട്ട് പരത്തി വെച്ചു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട്. ഇപ്പം വന്നപ്പോഴേക്കും അത് നല്ല പോലെ ഉണങ്ങി. ഈ ഭാഗത്തേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടും ജനലിൻ്റെ ജനാലകളുടെ വശമായ കാരണം. അപ്പോൾ ഞാൻ അവിടുത്തെ അങ്ങനെ കർട്ടൻ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ വെളിച്ചം അടിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പച്ചനാ. പണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ആളും ബഹളമൊക്കെ ആയിരുന്നു വീട്ടിൽ. പെൺപിള്ളേർ തന്നെയാകുമ്പോൾ ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവും. അവസാനം വീട്ടിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ മുറ്റമൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജോജേട്ടാ സിറ്റ് ഔട്ടൊന്ന് നിറച്ച് പൊടി സിറ്റ് ഔട്ടൊന്ന് കഴുകിയിടാന്ന് പറഞ്ഞു. അപ്പോൾ സിറ്റ് ഔട്ടും കൂടി കഴുകിയിട്ടു. പിന്നെ നനയൊക്കെ കഴിഞ്ഞിട്ട് 2 കൂടിയൊക്കെ നനച്ച് കുറച്ച് തെങ്ങും മാവും ഒക്കെ കുറച്ചൊക്കെ നനയ്ക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതുക്കാട് രാവിലെ തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ നേരം ഉണ്ടായില്ല. അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടും കുറച്ച് പണികളുണ്ട്. നമ്മുടെ വീട്ടിലത്തെ നാടൻ കോഴീനെ ചേട്ടൻ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, പൂവൻ കോഴീനെ. അപ്പോൾ ഇനിയിപ്പോൾ വന്ന് പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ അത് തിരിച്ച് വന്ന് വീട്ടിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നാടൻ കോഴിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിറകടുപ്പിലൊക്കെ വെക്കണമെന്ന് വിചാരിച്ചു. എനിക്കത് വിറകടുപ്പിൽ ഇങ്ങനെ വരട്ടി എടുക്കണതാണ് ഇഷ്ടം. പിന്നെ ഒരു പ്രശ്നമുണ്ട്, നാടൻ കോഴി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയും ചേട്ടനും കഴിക്കില്ല. നാടൻ കോഴി കഴിക്കണത് പിന്നെ ഞങ്ങൾ 4 പേരാട്ടാ. ആദ്യം എനിക്കും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്കും കുഴപ്പമില്ലാണ്ടായിട്ട്. വളർത്തുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. അങ്ങനെ അപ്പോൾ വിറകടുപ്പിൽ വെക്കാൻ ഇനി ടൈമില്ല. എന്നിട്ട് തന്നെ രാത്രി 10:30 എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നപ്പോൾ നേരം പോയില്ലേ. 10:30 ജോലികൾ കഴിഞ്ഞപ്പോൾ 11 മണി കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ. സാധാരണ ഞാൻ അങ്ങനെ ഒരു 6:30-ക്കുള്ളിൽ ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കണ കാരണം 6:30-ക്കുള്ളിൽ ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ശനിയും ഞായറും ഞാൻ ഓഫ് കൊടുത്തേക്കാം. ഡയറ്റ് ഫ്രീ ആണ് ഞാൻ. അപ്പോൾ അന്നത്തെ ദിവസം ഡയറ്റ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ അച്ചുകൂട്ടൻ വന്നിട്ട് പറഞ്ഞു അവന് ചിക്കൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് തക്കാളി ചോറോ അല്ലെങ്കിൽ കുറച്ച് ബിരിയാണിയൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബിരിയാണിയുടെ അരി തികയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് റേഷൻ കിട്ടിയത് അരിയാണ് കിട്ടിയത്. കുറച്ചുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചേ കിട്ടാറുള്ളൂ സാധനങ്ങൾ. അപ്പോൾ ഞാനത് അവർ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബിരിയാണി റൈസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതെടുത്ത് തക്കാളി ചോറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇനി നാടൻ കോഴി കഴിക്കാത്തവർക്ക് ഞങ്ങൾ വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. ഇതിപ്പോൾ തളാൻ എന്ന് പറയുന്ന ഒരു മീനില്ല. അപ്പോൾ അത് വറ്റിക്കൽ കഴിഞ്ഞു. ചേട്ടനും അമ്മയ്ക്കും മീൻകറി വെച്ചു കിട്ടാം. പിന്നെ ഇത് ഞങ്ങൾക്കുള്ള നാടൻ കോഴി വരട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സവാള, ഒരു 4 സവാള,
കുറച്ച് പച്ചമുളക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാടൻ കോഴി വെറുതെ ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് കേട്ടോ. കുക്കറിലാണ് വേവിച്ചെടുത്തത്. പിന്നെ ചട്ടിയല്ല ഉരുളി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 4 സവാള അരിഞ്ഞതും പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ ചെറിയ ഉള്ളി ഒരു ബൗള്, അതൊക്കെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതൊക്കെ മൂത്ത് സെറ്റായി വന്നപ്പോൾ പൗഡേഴ്സ് ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോഴും ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ വലിയൊരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇതിലിട്ടിരിക്കണത്. പിന്നെ ഇതിൽ കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. അത് കാരണം ഉരുളിയിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കണത് ആമിക്കുട്ടിക്കാണ്. ആമിക്കുട്ടിക്ക് ഒരുപാട് മസാലകളൊക്കെ ചെല്ലുമ്പോൾ എരിക്കുമല്ലോ. നമ്മളമ്മമാരങ്ങനെയല്ലേ, നമ്മളിങ്ങനെ ചെറിയ ഉണ്ണികൾക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കില്ലേ. അപ്പോൾ ഇത് ആമിക്കുട്ടിക്ക് കുറച്ച് മാറ്റി വെക്കണതാണ് കേട്ടോ. അതിൽ ഉപ്പും കുരുമുളകിൻ്റെ എരിവൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളകും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ചതാണ്. അത് ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ പറ്റുമല്ലോ. കുറേ മസാലകൾ ചെല്ലുമ്പോൾ കൊച്ചിന് എരിയും. അതാണ് അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പൗഡേഴ്സ് ഇവിടെ കിടന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാൻ. ഒരു 2 വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നമുക്കൊരു 1.5 കിലോനോളം ഉണ്ടാവും. അതിനുള്ളൊരു അളവാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൗഡേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ തക്കാളി ഇടാറുള്ളൂ. പിന്നെ ഇപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അച്ചൂസ്. അപ്പോൾ കുറച്ച് മസാല ഇങ്ങനെ മാറ്റിയത് കണ്ടോ ഞാൻ. അത് തക്കാളി ചോറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് വേറെ ഉണ്ടാക്കാൻ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കുറച്ച്. അപ്പോൾ വേറെ മസാല ഉണ്ടാക്കാനുള്ള മടിക്ക് ഇങ്ങനെ തട്ടിക്കൂട്ട് പണികൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചൂസിനുള്ള തക്കാളി ചോറ് അതിലേക്കാവുമല്ലോ. 2 ഗ്ലാസ് റേഷൻ്റെ അരിക്കാണ് ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ടാ. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ജീരകശാല അങ്ങനെ ബിരിയാണി റൈസുകൾ ഏതായാലും എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് അവർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തതാണ് ഞാൻ റേഷൻ്റെ അരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തക്കാളിയും കൂടി ഇട്ട് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തളാൻ വറ്റിച്ചതും നാടൻ കോഴി കറി വെച്ചതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചൂസിനും അമ്മൂസിനൊക്കെയുള്ള തക്കാളി ചോറ് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ്. നമ്മൾ പാൽ വാങ്ങുമ്പോൾ അതിൻ്റെ ഇങ്ങനെ പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കണ നെയ്യില്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 1/2 ബോട്ടിൽ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കാൻ ഇതിനൊക്കെ എടുത്ത് അങ്ങനെ തീരാറായിട്ടുണ്ട്. തീരാറായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി കുറച്ചും കൂടി ഓടും. അപ്പോൾ അതേ തക്കാളി ചോറിൽ മെയിനായിട്ട് തക്കാളിയല്ലേ വേണ്ടത്. കുറേ തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് മുന്നേ കാണിച്ചിട്ടുള്ള കാരണം ഞാൻ അത് ഇപ്പോൾ ഈ വീഡിയോയിൽ കുത്തിക്കയറ്റണില്ല. അപ്പോൾ അതേ ക്യാമറയിൽ നോക്കി മുളക് പൊടി ഇട്ടപ്പോൾ മുളക് പൊടി കുറച്ച് താഴ്ത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മളിവിടെ മുളക് വാങ്ങിച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി അത് പൊടിച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പൊടി വാങ്ങുക അങ്ങനത്തെ പണിയില്ല ഇവിടെ മുളക് വാങ്ങിച്ച് കൊണ്ട് ഉണക്കി പൊടിക്കുക, അതാണ് ജോജിയാണ് ഇഷ്ടം. അപ്പോൾ അത് പൊടിച്ചത് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് ബോട്ടിലാക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണികളാണ് ഇങ്ങനത്തെ പണികൾ.
അതായത് വെളിച്ചെണ്ണ കഴിയുമ്പോൾ വെളിച്ചെണ്ണ പകർത്തി ഒഴിക്കൽ, പൗഡേഴ്സൊക്കെ ബോട്ടിലിൽ തീരുമ്പോൾ അതിൽ കുത്തി നിറയ്ക്കൽ. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണികളതൊക്കെ. എന്നാലും ചെയ്തല്ലേ പറ്റൂ. എനിക്ക് വേറെ ആർക്കും ഇത് ചെയ്യാനും ഇവിടെ പറ്റില്ല. തുമ്മി തോൽക്കവരൊക്കെ തുമ്മൽ വരും. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ സെറ്റായി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ആ നേരമായപ്പോഴേക്കും ഞാൻ വയ്യാണ്ടായിട്ട്. അപ്പോൾ ഓടിപ്പോയി ഫ്രഷായി ഫുഡൊക്കെ എടുത്തു കഴിച്ചു. തക്കാളി ചോറ് ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ, ബിരിയാണിയല്ല തക്കാളി ചോറ് ഒക്കെ കഴിക്കുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ തക്കാളി ചോറാണല്ലോ ഉണ്ടാക്കിയത്, അതൊക്കെ കഴിക്കുമ്പോൾ നാരങ്ങച്ചാർ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനോട് വിളിച്ച് പറഞ്ഞു. ചേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം ഈ സമയമായിട്ടുണ്ട് കേട്ടോ, ഒരു 10 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ നാരങ്ങച്ചാറും കൂടി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം കേട്ടോ. വ്ളോഗ് കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ല വ്ളോഗായിട്ട് വരാം. താങ്ക്